guys, assalamu alaikum. Welcome back to my YouTube channel. So guys, നമ്മൾ ഇന്ന് ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. തുടരും എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം റിലീസായിട്ട് നമ്മൾ ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നാണ് പോണത്. അപ്പോൾ സെക്കൻഡ് ഷോയ്ക്കാണ് കേട്ടോ നമ്മൾ പോകാൻ പോണത്. ഫിലിമിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ പോയിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. എന്നോട് 2-3 പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ട്യൂട്ടോറിയൽ കാണിക്കാൻ വേണ്ടിയിട്ട്, പ്രോഡക്ട്സിൻ്റെ നെയിം ഉൾപ്പെടെ. സോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്, എന്തായാലും കണ്ടുനോക്കാം. അങ്ങനെ എന്നോട് കമൻറ്റ് ഇട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങളെ കയ്യിലുള്ളത് യൂസ് ചെയ്താൽ മതി. ഞാൻ യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ ക്രീമി ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നൈറ്റാണ് ഷോയ്ക്ക് പോണത്. അപ്പോൾ എന്തിനാണ് ഈ തിയേറ്ററിൽ ഇത്രയും പുട്ടിയൊക്കെ അടിച്ച് പോയിരിക്കണമെന്ന് ചോദിക്കുന്നവരുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ആക്കുന്നത് എൻവൈബേൻ്റെ സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. നൈറ്റ് ആയതുകൊണ്ട് മേക്കപ്പ് ചെയ്യാണ്ട് പോകാനായിരുന്നു കേട്ടോ പ്ലാന്. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്തേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ മേക്കപ്പ് ഇട്ടുകൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കാര്യം, ഉടനെ ഇൻഷാ അല്ലാഹ് നമുക്കൊരു മൈക്ക് മേടിക്കേണ്ടിയുണ്ട്. കാരണം ഞാൻ മാക്സിമം ബാക്ക്ഗ്രൗണ്ട് വോയിസ് കിട്ടാണ്ടാണ് കേട്ടോ റെക്കോർഡ് ചെയ്യൽ. അപ്പോൾ അതിൻ്റെ കുറേ കഷ്ടപ്പാടുണ്ട് എനിക്ക് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ മൈക്കൊക്കെ മേടിക്കാം ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് മാസിൻ്റെ ഫൗണ്ടേഷനാണ്. 04 ആണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട്. ഞാൻ ബ്ലെൻഡ് ചെയ്യണത് സ്മജ് സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചിലവർ ബ്രഷ് ആയിരിക്കും അവർക്ക് കംഫർട്ടബിൾ. എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഇതായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ചായയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറേ എന്നെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പറയുണ്ടായി വീഡിയോ എടുക്കുകയാണ്, ഞാൻ അവിടെ വെച്ചേക്ക് ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് നമ്മൾ ഇത് ഫുള്ള് സെറ്റായിട്ട് സ്മജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാവുമ്പോൾ എനിക്ക് ഫുള്ളൊരു ഫിനിഷിങ് പോലെ തോന്നും കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചായയും കൂടി കുടിച്ചിരുന്നു. പിന്നെ ഇതിൻ്റെ കൊളാബ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബ്ലഷായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. എനിക്ക് നല്ല കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു ചേരുന്ന കളറായിട്ട് തോന്നി. ഇനി മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന ഇതിൻ്റെ ഒരു പിങ്കിഷ് കളറായിരുന്നു ബ്ലഷായിട്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ഒരു കളറ് കുറച്ച് ഒരു നാച്ചുറാലിറ്റി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് ശരിയാക്കേണ്ടിയുള്ളത് നമ്മുടെ ഹൈബ്രോസ് ആണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഞാനൊന്ന് ഷേപ്പാക്കി കൊടുക്കുകയുള്ളൂ. ഞാനങ്ങനെ കടുപ്പിച്ച് വരയ്ക്കില്ല. അത് എനിക്ക് ഓൾറെഡി ഇച്ചിരി ഡാർക്കണായിട്ട് കളറുള്ളതുകൊണ്ട് ഞാനങ്ങനെ കടുപ്പിച്ച് വരച്ച് കൊടുക്കില്ല. പിന്നെ എല്ലാ അംഗനവാടി പോണ പിള്ളേരാണൊക്കെ ഇരിക്കും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടുള്ള ഐലൈനർ ആണ് കേട്ടോ. സോ എൻ്റെ കയ്യിൽ 2-3 ബ്രാൻഡിൻ്റെ ഐലൈനേഴ്സ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇത് വരയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനത് വരയ്ക്കുന്ന ക്ലിപ്പിനകത്ത് ഇട്ടിട്ടില്ല, കാരണം ക്യാമറ കടിച്ച് തിന്നാൻ വരുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മിററിൽ നോക്കിയിട്ടായിരുന്നു ഐലൈനർ വരച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ മെയിൻ സാധനമായിട്ടുള്ള ലിപ്സ്റ്റിക്, ഇതില്ലാണ്ടൊരു കളിയില്ല മക്കളെ. അപ്പോൾ ഞാൻ ആ സെയിം ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ യൂസ് ചെയ്യണത് ഇതാണ്. എൻ്റെ ഇത്ര ലിപ്സ്റ്റിക് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇത് തന്നെ എനിക്ക് എപ്പോഴും യൂസ് ചെയ്യണത്. ഞാൻ വേറെ എടുക്കാൻ വെച്ചാലും ആ ഒരു ടൈം ആകുമ്പോൾ ഇതന്നെ ഇട്ടുകൊണ്ട് ഞാൻ പോകേണ്ടി വരും. അതിനിപ്പോൾ ഇവിടെ നിന്നല്ല എവിടെ പോയാലും ഇതന്നെ അവസ്ഥ കേട്ടോ. അങ്ങനെ ഓൾ ഓവർ നമ്മുടെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഹെയറാണ്. സോ രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം ഫാഷൻ പരേഡൊന്നും നടത്താണ്ട് ജസ്റ്റ് ഒന്ന് പഫ് കെട്ടിയിട്ട് പിന്നെ ബാക്കി ഫുള്ള് എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ മെയിൻ ഹെയർ സ്റ്റൈലാണ് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ പിന്നെ നമ്മൾ ഷോളും കൂടി ഇടുന്നതുകൊണ്ട് അത്ര സീനില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്തേ. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, ഹാൻഡ് ഗ്ലൗസ് ഇടണം. എനിക്ക് സംഭവം എൻ്റെ കയ്യിൽ കുറച്ച് രോമുണ്ട്, അതെനിക്ക് പുറത്ത് കാണിക്കാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് വിസമ്മതം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്. കാരണം കുറച്ച് ഡാർക്ക് ആയിട്ട് എടുത്ത് കാണിക്കും നമ്മുടെ കൈ അതുള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് കേട്ടോ ഇഷ്ടമില്ലാത്തത്. സോ നമ്മൾ ഇങ്ങനെയൊക്കെ പുറത്ത് പോണ സമയത്ത് ഞാനത് യൂസ് ആക്കലുണ്ട്, ഇത്രയും ഹാഫ് സ്ലീവ്സൊക്കെ ഇടുമ്പോൾ. പിന്നെ ഞാൻ ഷോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയാണ്ടുള്ളവർ കമൻറ്റ് ചെയ്യാം, നമുക്കിതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കറിയാനുള്ളത് പോയിട്ടുള്ള വിശേഷമാണ്. സോ ഞാൻ ഹാൻഡ് ഗ്ലൗസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഫിലിം കാണാൻ പോകണം. എന്തായാലും വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി വിശേഷം തിയേറ്ററിൽ ചെന്നിട്ട് കാണാം കേട്ടോ. എൻ്റെ വാപ്പിയും ഉമ്മയൊക്കെ അവിടെ കിടന്ന് വിളിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ വെച്ചിട്ട് ഓടിയിട്ടുണ്ടായിട്ടോ.
അങ്ങനെ നമ്മൾ 3 ആളും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഫിലിം കാണാൻ വേണ്ടിയിട്ട്. സോ ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ 4th ഫ്ലോറിലാണ് തിയേറ്റർ വരുന്നത്. അതാണ് കേട്ടോ ലുലു മാൾ. നമ്മൾക്ക് നമ്മൾ കൊട്ടിയത്തുള്ള ഡ്രീംസ് മാളിൻ്റെ 4th ഫ്ലോറിലായിട്ടാണ് കേട്ടോ ആശീർവാദ് സിനിമാക്സ് വരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു. ടിക്കറ്റൊക്കെ കാണിക്കാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇതാണ് നമുക്ക് സ്നാക്സൊക്കെ മേടിക്കാനുള്ള സ്ഥലം. അങ്ങനെ നമ്മൾ കയറിയപ്പോൾ ഫിലിം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 10 മിനിറ്റ്സ് മുന്നേ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പിന്നെ നമ്മൾ അവിടെ ഇന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി. അങ്ങനെ ഉമ്മച്ചിക്ക് കയറിയപ്പോൾ തന്നെ പോപ്കോൺ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അപ്പച്ചിയും കൂടി പോയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫിലിം തുടങ്ങിയിട്ടുണ്ടായി. സോ ഞാൻ പോപ്കോൺ മേടിക്കാൻ പോയപ്പോൾ തന്നെ ചിക്കൻ പോപ്കോണിനും കൂടി ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഫിലിം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അതിനുശേഷം ഇൻ്റർവെൽ ആയിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ 3 കാപ്പി മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു. അതിൻ്റെ കൂടെ അവർ ഷുഗർ അഡീഷണൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫിലിം അതിന് ശേഷം ഇൻ്റർവെല്ലാം കഴിഞ്ഞ് കണ്ടിട്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു ഫിലിമായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.